അങ്ങനെ ഓരോ വഴികളും ഓരോ പുതിയ അനുഭവങ്ങളാണ് തരുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കണമെന്ന് വെച്ചാൽ ഇടുക്കിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ്. 2 ദിവസം സ്റ്റേ ചെയ്തിട്ടൊക്കെ തിരിച്ചു വരാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം നമ്മൾ ഇന്നലെ രാത്രി തൊട്ട് പെട്ടെന്നുള്ള ഒരു ഇറക്കത്തിൽ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഇന്നലെ വന്ന് ഇടുക്കി എത്തുന്നതിനെ കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ സ്റ്റേ ചെയ്ത് അങ്ങനെ ഇന്ന് രാവിലെ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇപ്പോൾ ഇവിടെ സ്ഥലം എന്ന് ചോദിച്ചാൽ കറക്റ്റ് അറിയില്ല, പക്ഷെ നമ്മൾ ഗ്യാപ്പ് റോഡ് ലക്ഷ്യമിട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ ആ വഴി കയറി നമ്മൾ കൊടൈക്കനാൽ, അങ്ങനെ ആ വഴി മൊത്തം കയറി നമ്മൾ നേരെ തിരിച്ച് കോഴിക്കോടൊക്കെയാണ് തിരിച്ച് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അങ്ങനെ നമ്മൾ വഴി തെറ്റി മുറയൂര് പോകാനൊക്കെയുള്ള റോഡിലേക്ക് വന്ന് കയറി കുറേ മുന്നോട്ടൊക്കെ പോയി. അങ്ങനെ വീണ്ടും അങ്ങനെ ഇറക്കം വന്ന് തുടങ്ങിയ സമയത്താണ് ഒരു ഡൗട്ട് തുടങ്ങിയത്, ഇപ്പം എവിടേക്കാണ് പോണതുള്ളത്. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരാളോട് ചോദിച്ചപ്പോൾ മനസ്സിലായി ഇവിടെയൊക്കെ അല്ല, കുറേ മുന്നോട്ട് വന്നു പോയി. പിന്നെ വീണ്ടും തിരിച്ച് പോവാണ് ഗൈസ്. പക്ഷെ എന്തായാലും വന്ന് എത്തിപ്പെട്ട സ്ഥലം അത്യാവശ്യം വൈബ് തന്നെ. എന്തായാലും ഒരു ബോറടിപ്പിക്കുന്ന ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ തിരിച്ച് പോകണമെന്ന് ആലോചിച്ചിട്ടാണ് ബോറടി. ഇവിടെ വന്നത് വരെ വൈബായിരുന്നു, രക്ഷയില്ല എന്ന് പറഞ്ഞാൽ. വഴി തെറ്റിപ്പോയിട്ട് പോലും അത്രയും നല്ല സ്ഥലങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, എന്തായാലും തിരിച്ചു പോട്ടെ, അവിടെ തിരികെ. ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് റോഡുള്ള പോയിക്കൊണ്ട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഓരോ സ്ഥലങ്ങളും ഓരോന്നിനായിട്ട് മികച്ചതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലും അവിടേക്ക് എത്തിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഒരു 7 മണി 8 മണി ലക്ഷ്യമായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 11 മണിയാവാനായി, ഇപ്പോഴും നമ്മളവിടെ എത്തിയിട്ടില്ല. അപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്ന സമയത്ത് എന്തായാലും വണ്ടി നിർത്താതെ അവിടേക്ക് പോകാൻ തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇനി ഒരു വരുത്തിയോ എടുത്തൊന്നും ഉണ്ടാവില്ല. കാരണം മൂന്നാർ എന്നൊക്കെ പറഞ്ഞാൽ കോഴിക്കോട് വെച്ച് നോക്കുമ്പോൾ കുറേ ഒരു ദിവസത്തെ ഒരു യാത്ര പകുതി എങ്ങാനുണ്ട് യാത്ര ഇവിടേക്ക് വരാൻ വേണ്ടി മാത്രമായിട്ട്. ഇത്രയും അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോഡും പിന്നെ ആ ഒരു ബൈക്ക് റൈഡും പിന്നെ ഈ കാണുന്ന സ്ഥലങ്ങളും എല്ലാം കൂടെ ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഒരു സോങ്ങും കൂടി വെച്ചിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഉണ്ടല്ലോ, നമുക്കൊരു വേറെ വൈബ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ അതുമാത്രമല്ല, നമ്മളങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സോളോ റൈഡ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് കൂടി ഉണ്ടെങ്കിൽ കുറച്ചൊരു വൈബായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരേ ഒരു മൈൻഡിലുള്ള ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സെറ്റാണ്. അപ്പം ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ വെയിലുണ്ട്, പക്ഷേ കുറച്ച് തണുപ്പുമുണ്ട്, ചെറിയൊരു ചൂടുമുണ്ട്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ട് ചൂടുണ്ടാവും. കുറച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് ചൂടൊന്നും അറിയണമില്ല, ഒരു തണുത്തൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഈ ഒരു ഇടുക്കി ഭാഗത്തേക്ക് വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളും ആസ്വദിച്ച് തന്നെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ. അപ്പം ഇവിടെ വന്ന് ഇങ്ങനെ അവിടുന്ന് നമ്മളൊരു പാലം കടന്ന് ഇങ്ങനെ എത്തിയ ശേഷം തൊട്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് വരാത്തവരുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇനിയും കുറച്ചും കൂടി മുന്നോട്ടൊക്കെ പോകാണ്ട് നമുക്ക് ബാക്കി അവിടെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തിരിഞ്ഞ് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്യാപ്പ് റോഡ് കഴിഞ്ഞത് അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈബിൽ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പോലും മറന്നുപോയി.
നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതും പ്രത്യേകിച്ച് ബൈക്കിലൂടെ ആയതുകൊണ്ട് കേട്ടോ. കാരണം ഞാനൊരു ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ബൈക്കിൽ വരുമ്പം കുറച്ചുകൂടി ഫീലിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കാറിൽ വരുന്നവർക്ക് വരാൻ പ്രശ്നമില്ല, പക്ഷെ അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ നമുക്കിവിടെ വന്നിട്ട് തിരിച്ച് പോകാൻ തോന്നില്ല. റോട്ടിൽ പായിട്ട് കിടക്കാനൊക്കെ തോന്നുന്നു. അജാതി ഫീലിംഗ് സത്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ഫീലിംഗ്. അങ്ങനെ ഇവിടെ വരുന്ന സമയത്ത് ഗ്യാപ്പ് റോഡ് കഴിഞ്ഞെന്ന് പറഞ്ഞത് ഇവിടെ ഉള്ള ഒരാളെ കണ്ടപ്പോഴാണ് ഇങ്ങനെ വന്നതിപ്പം അതിലൂടെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് കോട കിട്ടിയിട്ടുണ്ട്. കോട പോയി ഇല്ല, എന്തായാലും പോകുന്ന വഴിക്ക് കിട്ടും ഉറപ്പാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം എവിടെ വെച്ച് കഴിഞ്ഞാൽ ലവ് സ്റ്റോർ വാട്ടർഫാൾസ് എന്ന സ്ഥലത്താണ്. അപ്പം കുഴപ്പമില്ല, നമ്മളെന്തായാലും ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ഥലങ്ങളെ കുറിച്ചിട്ടൊന്നും കറക്റ്റ് അറിയില്ല. അപ്പോൾ വരുന്ന വഴിക്കുള്ള ഓരോ കാഴ്ചകളും അത്രക്കും ഒരു എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കാര്യമായിരുന്നു. കോട ഇങ്ങനെ റോഡിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. ഇതാ നമ്മൾ ബൈക്കൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഇതുപോലെയാണ് ക്യാമറയിൽ കാണുന്ന അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ. നേരിട്ട് വന്നു കഴിഞ്ഞാലുള്ള ഫീലിങ് ഒരു രക്ഷയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഫുള്ള് കോടായിട്ട് നല്ല അത്യാവശ്യം നല്ല ഫീൽ ചെയ്യും. നമ്മൾ വണ്ടി ഓവർ റെസ്റ്റ് ചെയ്തിട്ട് പോകാണ്ട് കുറച്ചുകൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാം. വണ്ടി നമ്മൾ സ്ലോ ആയിട്ട് എടുക്കുന്നുണ്ടാവും. കാഴ്ചകളൊന്നും കാണാനൊന്നുമില്ല, പക്ഷേ ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ഈ ഒരു സ്പീഡിലൊക്കെ പോകണം എന്നിട്ട് നമുക്ക് ഈ വൈബ് കിട്ടുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ റോഡൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ അതുപോലെ നമ്മളെ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഓവർ അടിപൊളിയായിട്ടുള്ള സെറ്റപ്പൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നതല്ല. അതുപോലെ ഉണ്ട് കേട്ടോ, നമ്മളെ കുറച്ചൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടുപോയൊക്കെ ഉണ്ട്. ഒന്നുമില്ല, എന്നാലും എന്താണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ലെവലിലാണ് ഇവിടെ വരെ ഉള്ളത്. ഇതൊക്കെ നമ്മളെ കൂടെ വരുന്ന ആൾക്കാരൊക്കെ അവർ താഴ്ത്തിയിട്ടുണ്ട്. നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മുകളിൽ നിൽക്കുന്നുണ്ട്. അതിങ്ങനെ കുറച്ച് കഴിഞ്ഞ് പോയി കുഴപ്പമില്ല. ഇനിയൊരു വെറ്റ് മോഡലില്ലല്ലോ, വെറ്റുണ്ട്, പക്ഷെ കൈയെടുത്തൊന്നുമല്ല. ഇങ്ങനെ എപ്പോഴും നേരം ഇപ്പോൾ കോട പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു മുകളിലുള്ള ആ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. കുറച്ച് നേരമായി അവിടെ കോട വന്നിട്ട് പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കോട പോയിട്ടുണ്ട് മുകളിലേക്ക്. ഇത് തണുത്ത അന്തരീക്ഷത്തിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ക്ഷീണമൊന്നും ഫീൽ ചെയ്യില്ല. ഡാർക്കാണ്, കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണെന്നാണ് എൻ്റെ ഒരു ഇത്. മണ്ണിൽ അതുപോലെ ഉരുളൊക്കെയുള്ള സ്ഥലമാണ്. നാട്ടിലൊന്നും കറക്റ്റ് ചെയ്യാറില്ല. അങ്ങനെ ഉള്ള സ്ഥലത്ത് കൂടെ ആണ് വരുന്നത്. എന്തായാലും നാലേട്ടായിട്ട് ഇരിക്കുക. അത് ഗ്യാപ്പ് റോഡ് ഭാഗത്ത് ഇപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഞാൻ കുറച്ച് മുന്നേറെ റീലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് റോഡ് അത്യാവശ്യം അടിപൊളി വൈബാണ് എന്നുള്ളത്. നമുക്ക് വൈബൊക്കെ തന്നെ, പക്ഷെ അവിടെ കാര്യമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ മലയാണ്. അപ്പോൾ അതിങ്ങനെ ഒരു മുന്നറിയിപ്പ് ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്, കാര്യം മുന്നോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. പോയ സമയത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വീണ് കഴിഞ്ഞിട്ട് അത് എന്താ പറയുക സൈഡിൽ തന്നെ റോഡിലേക്ക് വന്നിട്ടില്ല, അങ്ങനെ കിടക്കുന്നുണ്ട്. വൈകിന് കുറവില്ല. അങ്ങനെയൊക്കെയാണ് ട്രെയിനിൽ കാണാൻ മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല എന്താ പറയുക രീതിക്കുള്ള ടൈമിലായിരിക്കും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടാവും. അപ്പം അതിൽ നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്യാപ്പ് റോഡ് കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. അവിടെ വന്നിട്ട് ഒരാളോട് ചോദിച്ചപ്പോഴാണ് കാര്യം പറയുന്നത് നമ്മൾ ജസ്റ്റ് സ്ഥലം കഴിഞ്ഞു. അപ്പം നമ്മൾ വന്ന റോഡ് തന്നെയാണ് ആ സ്ഥലം എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇത് വലിയ കുഴപ്പമില്ല. ഇവിടെ ഈ റോഡിലൊന്നും നമ്മൾ രക്ഷയായിട്ട് ഓടിക്കാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വളവാണ്. റോഡ് നന്ദി എടുക്കുന്നുണ്ട് ചില സ്ഥലത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു യാത്ര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി അടിപൊളിയാവുന്നത് ഇങ്ങനെയാണ്. നമ്മൾ യാത്ര പോകുന്ന സമയത്ത് വഴി തെറ്റിപ്പോയിട്ട് നമുക്കറിയാത്ത സ്ഥലത്ത് പോയി ചെന്ന് പെടുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഉണ്ട്.
ആ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് കുറച്ച് വിഷമമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ നമ്മളത് വന്ന് യാത്ര പോയി വന്ന് നമ്മൾ പോയി ആസ്വദിച്ചതിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ഓർമ്മ ഉണ്ടാവുക നമ്മൾ അവിടെ ചെന്ന് ഒരു വഴി തെറ്റി ഇന്ന സ്ഥലത്ത് ചെന്ന് നമ്മൾ അവിടെ കുടുങ്ങി ആ ഒരു പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ മുഖത്തിൽ പുഞ്ചിരി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്. ആ ഒരു വഴി അറിയുന്ന സ്ഥലത്ത് കൂടെ യാത്ര പോകുന്നതിനെക്കാട്ടി കൂടുതൽ ഫീലിംഗാണ് നമുക്ക് വഴി അറിയാത്ത സ്ഥലത്ത് കൂടെ യാത്ര പോകുന്നത്. ഓക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സിൽവർ ഫോൾസ് എന്ന സ്ഥലത്തിലുണ്ട്. മൂന്നാർ വഴി നമ്മൾ കൊടൈക്കനാലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ വഴി ഉണ്ടല്ലോ, നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ കാടൊക്കെ കഴിഞ്ഞ് ആ കാട്ടിൽ ഇങ്ങനെ കയറി വന്ന് ഇവിടെ എത്തി കഴിഞ്ഞിട്ട് സിൽവർ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നല്ലൊരു അടിപൊളി. ചിലപ്പം ഇതിൻ്റെ ബാക്കിൽ കാണുന്നുണ്ടാവും, ഫുള്ള് കോടാണ്. അപ്പം അത്യാവശ്യം നല്ല അടിപൊളി അന്തരീക്ഷമുണ്ട് അവിടെ ഫുള്ള്. അതായത് കോട നിറഞ്ഞ് അടിപൊളി, ഓരോ ആർപ്പാടായിട്ട് കോടൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം അങ്ങോട്ട് കൊണ്ട് കാണാൻ പറ്റിയ രീതിയിലൊക്കെ തന്നെ ഒരു തണുത്തൊരു അന്തരീക്ഷം. പിന്നെ അതേപോലെ തന്നെ വാട്ടർഫോൾസും കൂടി പെട്ടെന്ന് കണ്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ റോഡും കൂടി നമ്മൾ ഉഷാറായി. കാരണം വെച്ചാൽ നമ്മൾ ഈ വഴിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടില്ല, ഇങ്ങനെ സിൽവർ വാട്ടർഫോൾസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു വഴി പെട്ടെന്ന് ഇത് കൂടി കണ്ടപ്പം നമ്മളാകെ ഒരു എന്താ പറയുക, പോസിറ്റീവ് എനർജി തന്നെ. ഈ ഒരു യാത്ര ഒട്ടും ബോറടിപ്പിക്കാത്തൊരു യാത്രയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ചില വഴിക്കൂടെയൊക്കെ പോകാൻ കഴിഞ്ഞിട്ട് നമുക്ക് ബോറടിപ്പിച്ച് എനിക്ക് ചില വഴികൂടെ ബ്ലോക്കും എനിക്ക് ആകെയായിട്ട് ഇതായിരിക്കും. പക്ഷേ ഇതിൽ നമ്മൾ ഓരോ കാട് കഴിയുമ്പോൾ ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ള പ്ലേസ്, ചിലപ്പോൾ ആ ഒരു ചിലപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കോട വരിക. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ എത്തുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് ഇവിടേക്ക് എത്തുമ്പോൾ അടുത്ത അങ്ങനെ ഓരോന്ന് ആയിട്ടുള്ള കാഴ്ചകളായിട്ട് നമ്മളെ ആകെ അടിപൊളിയായിട്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു എനർജി വേറെ എവിടെ പോയാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. വേറെ എവിടെ പോയാൽ അങ്ങനെയല്ല, ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് കിട്ടുന്നൊരു ഫീലിംഗ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മൂന്നാറിലൊക്കെ വരുന്നത്, മൂന്നാർ വഴി കൊടൈക്കനാലൊക്കെ പോണത്. അപ്പം അതിൻ്റെ ആ ഒരു ഇതിൽ പറയാണ് ഒക്കെ. അപ്പം ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. നമ്മളത് കണ്ട് അവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും പ്രശ്നമില്ല, നമുക്കിനി ഓരോന്നായിട്ട് പോകണം, സെറ്റാക്കണം. എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളിതാ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, ഇതും യാത്ര പോകാണ്ട്. ഇവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറാൻ വെച്ചാണ്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം മെല്ലെ നമുക്ക് കൊടൈക്കനാലിൽ പോകണം. അവിടെ പോയി അവിടുന്ന് വീണ്ടും രാവിലെ എണീറ്റ് ബാക്കിയുള്ള യാത്ര തുടങ്ങാനുള്ള അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും നമ്മൾ റൂമിലേക്ക് എത്തണം, ആ ഒരു പ്ലാനിങ്ങിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാത്രി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു കാഴ്ചകളൊന്നും പ്രത്യേകിച്ച് കാണാനില്ല ഇവിടെ. ഫുള്ള് രാവിലെ ആ ഒരു വൈകുന്നേരം ആ ഒരു ടൈമിലൊക്കെ ഒരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ. ഈ ഉച്ചക്കൊക്കെ നമ്മളെ നാട്ടിൽ ഭയങ്കര ചൂടല്ലേ, ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് തണുപ്പാണ്. അങ്ങനത്തെ ഒരു പ്രദേശമാണ്. ഓക്കെ, സീസണും കൂടി ആയതുകൊണ്ടുണ്ടല്ലോ രക്ഷയില്ല. ഓക്കെ, അങ്ങനെ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. റൂം എടുത്തിട്ടുണ്ട്. റൂം എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. റൂം കുറച്ച് നേരത്തെ എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ഫുള്ളാകാൻ ചാൻസ് ഉണ്ട്. സീസണല്ലേ, അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ റൂം എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളത് അറിയില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തണുത്തിട്ട് വയ്യ. കാരണം നമ്മൾ സോക്സ് ഇടാതെ താഴെ ചവിട്ടി കഴിഞ്ഞാൽ എന്നൊരു ഐസും കട്ടൊക്കെ നമ്മൾ കയ്യിൽ പിടിച്ച പോലെയുള്ള ആ ഒരു ഫീലിങ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരവിച്ച് പോയാൽ കാല് ഇന്നലെ തൊടുമ്പത്തിന് കാല് മരവിച്ച് പോവാം. ആ ഒരു അത്രയ്ക്ക് തണുപ്പ് രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആ റൂമിൽ കയറിയിട്ട് ഫാമിലി എന്ന് ചോദിക്കുന്നത് നോക്കുന്ന സമയത്തുണ്ട്. സംഭവം തണുപ്പാണല്ലോ, അങ്ങനെ കയറിയപ്പം അതിൻ്റെ കാര്യം വിട്ടു. ഞാൻ വിചാരിച്ച് എ സി എങ്ങനെ ഇട്ടതാണ്. ഇപ്പോൾ എ സി ഓഫ് ആക്കിയിട്ട് നമുക്ക് ഫാൻ ഉണ്ടാകുന്ന വരാൻ വേണ്ടിയിട്ട് ഫാൻ ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. രക്ഷയില്ല, ഫാനൊന്നും വേണ്ട, എ സി വേണ്ട, ഒന്നും വേണ്ട, പക്ഷേ ഒരു കാറ്റ് മതി. ഇവിടെ തണുത്ത് ചാവാനായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് മെല്ലെ അങ്ങനെ ഫുഡ് നോക്കി നടക്കുകയാണ്. എന്താ അവസ്ഥയല്ല എത്തുന്നത്, ഇങ്ങനെ കയറ്റം കയറി ഇങ്ങനെ പോകാൻ. ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ റൂം എടുത്ത് നിൽക്കാവുന്ന ആൾക്കാരുടെയായിരിക്കും, പിന്നെ ഷോപ്പിലുള്ള ആൾക്കാരുടെയായിരിക്കാം, ഒക്കെ ആ ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും പ്രശ്നമില്ല, സംഭവം കിഡ് അയക്കണ ഒരു രക്ഷയില്ല. ഇവിടുന്ന് മുകളിലേക്ക് കാർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, കാറെങ്ങാനും പോകുന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ആവാൻ സാധ്യത കൂടുതലാണ്. വണ്ടിയാണോ കിടയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങോട്ടേക്ക് കാറൊന്നും പോകുന്നില്ല, ബൈക്ക് മാത്രമായിട്ട് പോകുന്നുണ്ട്. അറിയില്ല എന്താണെന്നുള്ളത്.
എന്തായാലും സംഭവം പൊളിച്ചാണ്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇവിടെ ആണ് ഷോപ്പുകൾ നോക്കുകയാണ്. ഇവിടെ ഒരു രക്ഷയില്ല, കാണുന്നില്ല അവിടെ ഉള്ളത്. എന്തായാലും നോക്കട്ടെ, ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇവിടെ കുറേ നടക്കുന്നുണ്ട്. ഇവിടെ ഫുഡ് കഴിക്കുന്ന സ്ഥലമൊന്നും കാണുന്നില്ല. എന്തായാലും മുകളിലേക്ക് നോക്കി പോയി നോക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൂമിനൊക്കെ റേറ്റ് കൂടുതലാണ്. പക്ഷേ സീസണൊക്കെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ അതുപോലെ വ്യൂ പോയിൻ്റുള്ള സ്ഥലത്തുള്ള അതിൻ്റെ അടുത്തുള്ള റൂംസിനൊക്കെ റേറ്റ് കൂടുതലാണ്. കാരണം അവിടേക്ക് ആൾക്കാർ ആവശ്യത്തിന് വരുമല്ലോ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് ഉള്ളോട്ടേക്കുള്ള റൂമാണ് എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം അതുപോലെ ഒരു എന്താണെന്ന് മനസ്സിലാവില്ല, ഇതുപോലുള്ള സ്ഥലത്താണുള്ളത്. ഓക്കെ, എന്തായാലും വേണ്ടില്ല, സംസാരിക്കാൻ പറ്റില്ല, രക്ഷയില്ല. അങ്ങനെ നമ്മൾ ഹോട്ടൽ കണ്ടിട്ടുണ്ടോ? ഹോട്ടല് വെജ് ആൻഡ് നോൺ വെജ്. അവിടെ കയറാം. നമ്മളെ ഹോട്ടലിലേക്ക് കയറാം. കോഴിയൊക്കെ കറക്കുന്നുണ്ട് ഗൈസ്, രക്ഷയില്ല. തല കുത്താനുണ്ട്, തല തിരിച്ചിട്ടൊക്കെ കറക്കുന്നുണ്ട്. ഇങ്ങനെ ബിരിയാണി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കോഴിമുട്ടയൊക്കെ ഉണ്ട് കേട്ടോ, കോഴിമുട്ട ഉണ്ട്. പിന്നെ ചിക്കൻ പീസിൻ്റെ കാലാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ ഇപ്പോൾ അത് കിട്ടിയിരിക്കണേ. എന്തായാലും സംഭവം പൊളിച്ചെടുക്കട്ടെ. അപ്പോൾ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതാ, എല്ലാവരും ഉണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പം ബില്ല് വന്നില്ല കേട്ടോ. അപ്പം ഫുഡ് കഴിക്കുന്നത് എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ക്യാഷ് കൊടുക്കാനായിന്. അപ്പം ബില്ല് കൊടുക്കാറുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ മൊത്തമൊക്കെ നോക്കുന്നത്. നമുക്ക് ബില്ലൊന്നും ഇത്ര നോക്കി വെക്കാം. ഓക്കെ, കുഴപ്പമില്ല, വെറുതെ തന്നെ മൊത്തം വയ്ക്കുന്നത്. 740 രൂപ. എന്നിട്ട് ഇരിക്കുന്ന എടുത്ത് നോക്കിയാൽ ഓൺ തീറ്റി ഇപ്പോഴും നിർത്തിയില്ല. ഇതെന്താ ചെയ്യതൊക്കെ, എന്ത് എവിടെ കൊണ്ട് തീർത്തതൊക്കെ. എന്താ നോക്കിയാൽ പ്ലേറ്റിലെ എല്ലാം ബാക്കിയുള്ളത് ഭാഗ്യം. നോക്കിയാൽ എന്നിട്ട് എല്ലിനും വിടുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വെറുതെ നടക്കാൻ കഴിഞ്ഞാണ്. തിന്നു കഴിഞ്ഞ് ദഹിക്കണ്ടേ, അത്ര തിന്നിക്കണമല്ലോ. അപ്പോൾ പിന്നെ അതങ്ങനെ നടന്ന് നമുക്കത് ദഹിപ്പിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പം ഒട്ടുമിക്ക കടകളൊക്കെ പൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. ചില കടകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ആ ഒരു ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അപ്പം വെറുതെ ഇങ്ങനെ എന്തായാലും നടന്നങ്ങോട്ട് പോയിട്ട് വരാം അങ്ങനെ വിചാരിച്ച്. അപ്പോൾ കുറേ ആൾക്കാർ ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ വേറെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് വേണ്ട, പിന്നെ ഒന്നും വേണ്ട. നമ്മൾ ബാക്കിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് വേണ്ട, ഓടിക്കുന്ന ആൾക്കാർക്ക് ഹെൽമെറ്റ് വേണ്ട. പിന്നെന്താണ്, ഒരു റൂളും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താ പറയുക, എല്ലാവരും നല്ല ഭയങ്കര സ്നേഹത്തിലാട്ടോ. സ്നേഹത്തിന് വെച്ചാൽ സൗഹാർദ്ദമാണെന്ന് തോന്നുന്നത്. ഇതുവരെ അടിപ്പിറ്റൊന്നും ഉണ്ടാക്കണമെന്നൊന്നും കണ്ടിട്ടില്ല എവിടെയും. ഇവിടുന്ന് തണുപ്പായിട്ട് നമ്മളെ ശ്വാസം വിടുമ്പോൾ വരെ പോകാൻ പോവാണ്. തണുത്തിട്ട് നല്ലൊരു ഈ ഒരു കാലാവസ്ഥ എനിക്ക് ഇഷ്ടമായി. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോയാലേ പറ്റും, അതാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഈ ഒരു കാലാവസ്ഥയായിട്ട് ചേർന്നിട്ടുണ്ടാവും തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചേർന്നിട്ടുണ്ടാവല്ലോ, അതുകൊണ്ടായിരിക്കാം അവർക്കൊന്നും ഇത്രയൊന്നും ഫീൽ ചെയ്യാത്തത്. നമുക്ക് രക്ഷയില്ല, ചെരുപ്പിടാതെ ആ ഒരു ടൈലിൽ ഇവിടെ അടുത്ത റൂമിൽ ടൈല് ചവിട്ടാൻ പോലും പറ്റുന്നില്ല. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ രാവിലെ എന്താണ് ഈ ലൈക്കിൻ്റെ പേര്, കൊടൈക്കനാൽ ലൈക്കിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ കേട്ടോ. ഏകദേശം ടൈം ഒരു 7:30 ആ ടൈമൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പം നല്ല അത്യാവശ്യം അടിപൊളി നല്ല വൈബുള്ള ഒരു സ്ഥലം തന്നെ. ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു കാണുന്ന കാഴ്ച നമുക്ക് ഏറ്റവും എന്താ പറയുക എൻജോയ് പറ്റിയൊരു കാഴ്ചയാണ്. അവിടെ എന്തോ ഒരു സാധനം മുതല അതാ പോണ അതൊരു മുതല വേണ. അവിടെ എന്തോ ഒരു സാധനം പോകുന്നുണ്ട് ഗൈസ്. ക്യാമറ ക്ലിയർലി ആയിട്ട് കറക്റ്റായിട്ട് കിട്ടണില്ല. അവിടെ പോയി അതാ അവിടെ എന്താണെന്ന് വെച്ചാൽ, ഓ അത് കൊളക്കോഴിയാണ് ഗൈസ്.
അപ്പം എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ആ ഒരു നീന്തൽ കണ്ടല്ലോ, അപ്പോൾ ഒന്നുകൂടി വൈബായി. ഇങ്ങനെ ഈ ഒരു സ്ഥലമാണ്. ഇവിടെ രാത്രി ആവുന്ന സമയത്ത് ആ ഒരു ഭാഗത്തേക്കായിട്ട് വെള്ളം മുകളിലേക്ക് തന്നെ പൊന്തും, ലൈറ്റൊക്കെ ഉണ്ടാവും. അത്യാവശ്യം അടിപൊളി വ്യൂ തന്നെ കേട്ടോ. രാവിലെ നമുക്ക് ഈ ഒരു ടൈം നല്ല ഫീലിംഗ് തരുന്നുണ്ട്. പിന്നെ നമ്മളങ്ങനെ ഇവിടുന്ന് മെല്ലെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. എന്തായാലും ഇന്നൊരു ദിവസം കൊണ്ട് തിരിച്ചെത്താൻ അവിടേക്ക്. അപ്പം നമ്മൾ കയറാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ കയറി അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളങ്ങനെ പോകാനുള്ള പ്ലാനിങ്ങിലാണ്. എന്തായാലും പ്രശ്നമില്ല. നമുക്ക് ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് ശരിക്കും ഓരോ 1-2 ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റിയ സ്ഥലങ്ങളല്ല. ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമ്മളറിയാത്ത പോലെ സ്ഥലങ്ങൾ വരെയുണ്ട്. ഇവിടെ വന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളും ആസ്വദിക്കാൻ പറ്റി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാത്ത വഴിക്ക് പോകുന്ന സമയത്ത് ഒന്നും കൂടി ആ ഒരു യാത്ര വേറൊരു ഫീലിംഗ് തന്നെയാണ്. നമ്മൾ അറിയുന്ന സ്ഥലത്ത് കൂടെ ഒരു 10 പ്രാവശ്യം പോകുന്നതിനെക്കാട്ടും അടിപൊളിയാണ് നമുക്ക് അറിയാത്ത വഴി കൂടെ ഒരു പ്രാവശ്യമെങ്കിലും പോകുന്നത്. ആ ഒരു ഫീലിംഗ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഏത് വഴിക്ക് പോയാലും എങ്ങനെ വന്ന വഴി തിരിച്ച് എത്തും എന്നുള്ളത് ഒരു ഓർമ്മയില്ല. അതാ പ്രശ്നം. ഒരാളോട് എങ്ങനെ ചോദിക്കുന്നോ അതൊന്നും ഒരു ഐഡിയ ഇല്ല. നമ്മൾ മാപ്പിട്ട് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് അങ്ങനെ പോകാന്നില്ലാതെ അങ്ങനെ ആണ് സംഭവം. അതുകൊണ്ട് ഇപ്പം എവിടെ കുടുങ്ങിയിട്ടില്ല. അപ്പം ഇനി തിരിച്ചങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനെ നമ്മളിതാ കൊടൈക്കനാൽ കഴിഞ്ഞ് നമ്മൾ പാലക്കാട് വഴിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാടൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തിയ. റോഡ് വളരെ മോശമായിരുന്നു ഇവിടെ. കുഴപ്പമില്ല, ഇവിടെ അത്യാവശ്യം നല്ല റോഡാണ് എത്തിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിയ സമയത്ത് ഒരു അടിപൊളി വ്യൂ ഇവിടെ കണ്ടിട്ട് നമ്മൾ നിർത്തിയതാണ് കേട്ടോ. സെറ്റാണ്, നല്ല അടിപൊളിയായിട്ട്. ഒരു ഓവർ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓവറായിട്ട് എന്താ പറയുക ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു മൈൻഡൊന്നും ഉണ്ടാവില്ല. അവിടെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് വീണ്ടും യാത്ര ആവുകയാണ്. ഇനി അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ഓക്കെ അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്ഥലത്ത് എത്തി നമ്മൾ ചായ കുടിക്കാൻ കയറിയതാണ്. അപ്പോൾ നമ്മളിവിടെ ആയിട്ട് ചായ ഒക്കെ കുടിച്ചതിന് നമ്മളിവിടെ ചേച്ചിയായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ ഒക്കെ ഇവിടെ വന്ന് ചായ കുടിച്ച് തന്നെയാണ്. ഇവിടെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ, രക്ഷയില്ല. ചേച്ചിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കാമാക്ഷി. ഓക്കെ ചേച്ചി ഇതാട്ടോ. ഹായ്, ഒരു ഹായ് പറഞ്ഞേ. വീഡിയോ ആണ്, കുഴപ്പമില്ലല്ലോ. ഓക്കെ ഉണ്ടല്ലേ. ഓ പിന്നെ അല്ല. അപ്പം നമ്മളങ്ങനെ ഇവിടെ വന്ന് കുറെ വർത്തമാനം കുറെ ചായ കുടിച്ചിട്ടുണ്ട്. തൃശ്ശൂർ കോഴിക്കോട്. നമ്മള് കോഴിക്കോടാണ്. അപ്പൊ നമ്മള് പാലക്കാട് നേരെ കോഴിക്കോട് പറഞ്ഞിട്ട് വേറെ ആൾക്കാർ വേറെ ഓരോ വഴി പറഞ്ഞിട്ടേ മാറിപ്പോയി. അതാണ്. അതെ, നമ്മള് വണ്ടി ആയിട്ട് വരുന്ന സമയത്ത് വഴി മാറി 1 മണിക്കൂർ വേറെ വഴിക്ക് പോയി. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് എവിടെയൊക്കെ പോയ സ്ഥലത്തിന്റെ പേരൊന്നും ഓർമ്മയില്ല. അല്ല, ഈ റോഡായിട്ട് വന്നില്ല, നമ്മൾ വേറെ ഏതോ ഒരു വഴിക്ക് പോയി. നമ്മളെ ഈ മധുര പോണ റോഡ് നമ്മളിവിടെ ഇല്ലേ എന്താ പറയാ, ലേക്ക്, കൊടൈക്കനാൽ ലേക്ക്, ലേക്കിന്റെ അവിടുന്ന് വേറെ റോഡിലേക്ക് കയറി. വേറെ ഏതോ റോഡ് അവിടെ പോവുകയാണെങ്കിൽ നായടുപുര, അട്ടോമ്പട്ടി, വില്ലുപ്പട്ടി, പൂമ്പാറ, അതുപോലെ ഏതൊക്കെ സ്ഥലത്തേക്കാണ് പോയത്. അപ്പൊ അങ്ങനെ അവിടെ കാണുന്ന സ്ഥലമല്ലേ, അത് ടൂറിസ്റ്റ് ആണല്ലേ. അതുകൊണ്ട് പിന്നെ നമ്മൾ പോയത് അറിഞ്ഞിട്ടില്ല. അത് കുറെ എത്തിയപ്പോഴാണ് നമ്മൾ ഈ ഒരു വഴി എല്ലാന്ന് മനസ്സിലായി. അങ്ങനെ ഇങ്ങോട്ട് വന്ന് അപ്പൊ കണ്ടത് നമ്മൾ എല്ലാവരോടും ചോദിച്ചു. ഏതാ മരത്തിലിരിക്കണതാ? ആ മരത്തിൽ ആണോ? അതാണ് കടിക്കുക? ആണല്ലേ. ഓക്കെ, ആ മരത്തിന് മുകളിൽ അപ്പുറത്തിരിക്കണ കുരങ്ങുണ്ടല്ലോ, അതാണ് കടിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആണല്ലേ, വരുന്നുണ്ട്. അതെ, അങ്ങോട്ട് വന്നോണ്ടിരിക്കണേ അല്ലേ, കഴിക്കണം. ഓക്കെ, ഈ കുരങ്ങന്മാരൊക്കെ നമ്മളെന്തെങ്കിലും തിന്നിട്ടെടുത്താൽ കഴിക്കാൻ വേണ്ടി വരണം. മറ്റേത് നമ്മളെ കടിക്കാനായിട്ട് വരുന്നതാണ്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ക്യാമറ ക്വാളിറ്റി കുറവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യൂ പോയിന്റിൽ നിർത്തിയാണ്. വ്യൂ പോയിന്റിൻ്റെ പേരൊന്നും ചോദിക്കരുത്, അറിയില്ല. അങ്ങനെ നമ്മൾ എന്താ പറയുക, കൊടൈക്കനാലിൽ നമ്മൾ പാലക്കാട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ ആ ചുരം ഇറക്കുന്ന സമയത്ത് കണ്ടൊരു വ്യൂ പോയിന്റ്. സെറ്റ് കേട്ടോ. അങ്ങനെ ഓരോ വഴികളും ഓരോ പുതിയ അനുഭവങ്ങളാണ് തരുന്നത്. രക്ഷയില്ല സത്യം പറഞ്ഞാൽ. ബൈക്കിൽ വരുന്നുണ്ട് നമ്മൾ ഈ ഒരു റോഡ് രക്ഷയില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ മുകളിൽ നിന്ന് കണ്ട റോഡല്ല, ഇവിടെ താഴേക്ക് എത്തിയ സമയത്ത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റോഡ്, നല്ല ക്ലീൻ റോഡാണ്. വണ്ടികളൊന്നുമില്ല, അങ്ങനെ വലിയ തിരക്കുകളൊന്നുമില്ല. നൈസായിട്ട് നമ്മൾ വണ്ടി ചേർച്ച് കോർണർ ചെയ്തിട്ട് കൊണ്ടുവരാനൊക്കെ പറ്റിയ റോഡാണ് കേട്ടോ.
And I'll go